കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ സുരേഷിന്റെ ചികിത്സയ്ക്കായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. മരിച്ച മിനിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ടി സിദ്ദിഖ് എം.എൽ.എ. ആവശ്യപ്പെട്ടു. സർക്കാരിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വയനാട്ടിൽ കാട്ടാനയാക്രമണത്തിൽ യുവതി മരിച്ചതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായി. കാട്ടാനയാക്രമണങ്ങളെ ശാസ്ത്രീയമായി തടയുന്നതിനുള്ള സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരിനില്ല. രാഹുൽ ഗാന്ധി വലിയ നേതാവായിട്ടും മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം എത്തുന്നില്ലെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും ലോക്സഭ NDA സ്ഥാനാർത്ഥിയുമായ കെ. സുരേന്ദ്രൻ പ്രതികരിച്ചു. കാട്ടാന ആക്രമണങ്ങളെ, വന്യജീവി ആക്രമണങ്ങളെ നേരിടുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ കയ്യിലില്ല. രാഹുൽജി വളരെ വലിയൊരു നേതാവാണ്, പക്ഷെ അദ്ദേഹം വയനാടിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. മരിച്ച മിനിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് സുരേഷിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നും കൽപ്പറ്റ MLA ടി സിദ്ദിഖ് പറഞ്ഞു. വനവാസികളായ ആളുകൾ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്ന സമയത്ത് കൊടുക്കുന്ന 10 ലക്ഷം രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പണം നൽകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് കൊടുക്കണം. അനുബന്ധമായിട്ടുള്ള സുരേഷിന്റെ ചികിത്സ സമ്പൂർണമായി സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളത്. സുരേഷിനെ എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കുക എന്നതിനാണ് മുൻഗണനയെന്നും ഉൾവനത്തിൽ ആക്രമണമുണ്ടായതിനാൽ അവിടെ എത്തിച്ചേരുക ദുഷ്കരമാണെന്നും വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി പറഞ്ഞു. വയനാട്, മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശത്ത് ഉൾക്കാട്ടിലാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. ഭർത്താവ് സുരേഷിന് ഗുരുതരമായ പരിക്കുണ്ട്. സുരേഷിനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് പരപ്പൻപാറ ഉൾവനത്തിൽ വെച്ച കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതി മരിച്ചത്. മിനിയെ കാട്ടാന ചവിട്ടി വീഴ്ത്തുകയും ഭർത്താവ് സുരേഷിനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയുമായിരുന്നു. റിപ്പോർട്ടർ, വയനാട്.